ഒന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, ഒന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, ഒന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക്, ഒന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക്. രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടു തരം ചൊല്ലും പെണ്ണുങ്ങള്, രണ്ടു തരം ചൊല്ലും പെണ്ണുങ്ങള്. മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മുക്കത്ത് ചുണ്ടി പെണ്ണുങ്ങൾക്ക്, മുഖത്ത് ചുണ്ടി പെണ്ണുങ്ങൾക്ക്. നാലാം നമ്പർ കൊള്ളാം കൊള്ളാം, നാലാം നമ്പർ കൊള്ളാം കൊള്ളാം, നാലാം നമ്പർ കൊള്ളാം കൊള്ളാം. പാട്ടും കൂത്തൊക്കെ അവൻ ശരിയല്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ. നീ ചൂടാവാതെ കാര്യം പറ ശ്യാം. സുഹൃത്തുക്കളെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വേണ്ടേ? ഞാനും രേഷ്മ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ വായി നോക്കി നിറങ്കുലിടുന്ന എന്തിനാ? ഇതാണോ പ്രശ്നം? അപ്പൊ എന്താ ഇത് പ്രശ്നമല്ലേ? പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അവൻ നിന്റെ ഏരിയയിൽ വരാത്ത പരിപാടി നമുക്ക് ചെയ്യാം, പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആ വായി നോക്കി എന്റെ അടുത്ത് വരുത്തായിരുന്ന മാത്രം മതി. ശരി ശരി, ഓക്കെ ഡിയർ, ഓക്കെ ഓക്കെ. ഹായ് ഗൈസ്, ഇന്നെന്താ പരിപാടി? ഓ സിലി ബോയ്, നീ തന്നെ കളഞ്ഞില്ലേ അത്? മനു, എന്നോടൊരു കാര്യം പറയാൻ. കാര്യം നീ നമ്മുടെ ഫ്രണ്ട്, പക്ഷെ ആ ബോധം നിനക്ക് വേണം. കാക്ക കൊത്തുന്ന മാങ്ങയ്ക്ക് തോട്ടി കെട്ടണോ അളിയാ? ഈ ശ്യാം കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യുന്ന ഒരേ ഒരു പെണ്ണാണ്. നിനക്ക് വേറെ ഒരുപാട് പേരില്ലേ, ഇതിനാ നീ വെറുതെ. അത് ശരി, അപ്പൊ നിങ്ങൾ സീരിയസ് ആണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു സംതിങ്. ഹായ് കാതറിൻ, ഒന്ന് നിന്നേ. കണ്ടില്ലേ, ഇവൻ നേരെ ആവൂല. പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എഴുതാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വേണ്ടേ? അമ്മ പേടിക്കൊന്നും വേണ്ട, പത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ റാഗിംഗ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. ക്ലാസ്സിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാണ്. ഇനിയെങ്കിലും അമ്മ എന്നെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും ഉപേക്ഷിക്കണം. പിന്നെ മരുന്ന് കഴിഞ്ഞാൽ ദേവൂർത്തിയുടെ മോനോട് പറഞ്ഞ് മേടിപ്പിക്കണം. സ്നേഹപൂർവ്വം, ഉണ്ണി. ഇന്നലെ രാത്രി സോണി ടിവിയില് ഷോയില് ഫിലിം ഉണ്ടായിരുന്നു. ഇപ്പോഴും കാണാൻ എന്ത് രസമാലേ. ഇത് കണ്ടോ, ലൈബ്രറി ബുക്കിൽ നിന്ന് കിട്ടിയതാ, പക്ഷെ ആരുടെ കത്താന്നറിയില്ല. ഹേയ്, നോക്കട്ടെ നോക്കട്ടെ, ഇനി വല്ല പ്രേമലേഖനോ ആണോ? പ്രിയപ്പെട്ട അമ്മയ്ക്ക്. അയ്യേ, അമ്മയ്ക്കുള്ള കത്താണോ? എന്തായാലും സാരല്ല, വായിക്ക്. സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. എഴുതാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വേണ്ടേ? അമ്മ പേടിക്കൊന്നും വേണ്ട, പത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ റാഗിംഗ് ഒന്നും ഇല്ല. ഞങ്ങളുടെ ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. എനിക്ക് ഇവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാണ്, എങ്കിലും നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങളും കൂടെ അറിയട്ടെ. ഇവിടെ എല്ലാരും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ വളരെ സ്മാർട്ടാണെന്ന്. എന്തൊരു സ്മാർട്ടാ! ഞാൻ പറയുന്ന ഓരോ തമാശകൾ കേട്ട് ഇവിടെ എല്ലാരും ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പും. എന്തൊരു തമാശ! ഇപ്പൊ ശരിക്കും ചിരി വരുന്നു.
ഗോപി, കത്ത് ഗോപിയുടെ ആണെന്ന് അറിയില്ലായിരുന്നു. ഓ, ഈ കത്ത് തരാത്ത സ്ഥലമില്ല. ഓ, ആശ്വാസമായി. പോട്ടെ. അഭിഷേകോ? ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഹായ് അളിയാ. എടാ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? ഏയ്, എന്റെ ബർത്ത്ഡേ ഒന്നല്ല. നോണ പറഞ്ഞോണ്ടല്ലോ. ആരെ അറിയിക്കാൻ രക്ഷപ്പെടാന്ന് കരുതിയോ? ഇന്നത്തെ ഫുൾ ചെലവ് നിന്റെ വക. ആ, പറ 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 ബോസ്. 4 പൊറോട്ട, ഒരു ചായ. വിട്ടോ വിട്ടോ, പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാനങ്ങോട്ട് എത്തിക്കോളാം. കഴിക്കാൻ എന്താ വേണ്ടേ? ഏയ്, ഒന്നും വേണ്ട. ഞാനേ മനുവിനെയും സംഘത്തെ നോക്കി വന്നതാ. അവരിങ്ങോട്ട് വന്നില്ല. ചിലപ്പോ ക്ലാസ്സിൽ കാണും. വട്ടെ, ചേട്ടൻ പറയും. റിസൾട്ട് ഇപ്പൊ കിട്ടിയനെ. ഇനി അത് നാളെയും ചെയ്യണം. കോളേജ് തുറന്നേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി സമരം ബഹളമൊക്കെ. ഇതെന്തിനാ ഈ സമരം? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്തു അത്രേ. ഓ, ഈഥൈൽ ബോറേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടുന്നില്ലല്ലോ, അതെന്താ? അതിന് ആൽക്കഹോൾ എടുത്തിട്ട് അപ്പൊ തന്നെ ഫ്ലെയിമിൽ കാണിക്കണം. അപ്പൊ തനിക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടും. ഓ, ഏയ് നമിത, റോഷ്നയുടെ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അവള് നമുക്ക് ട്രീറ്റ് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോവാം. പിന്നെന്താ, ഐ ആം റെഡി. ഗോപിയും വാ. ഞാനില്ല, എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഇന്ന് എന്തായാലും ക്ലാസ് ഇല്ലല്ലോ, ഗോപിയും വാ. ഞാൻ വന്നാൽ ശരിയാവില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യമില്ല, ലൈബ്രറിയിൽ ഇരിക്കാനല്ലേ. പുസ്തകങ്ങളൊക്കെ നാളെ അവിടെ തന്നെ കാണും. വാ മാഷേ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല കേട്ടോ. അത് സാരല്ല, വന്നോളൂ. കയറിക്കോ. കയറിയോ? نساني النوم وانا عيني من اول يوم سهرانه ولا شافت نوم حيرانه ومشغوله عليه نساني النوم من اول يوم ولا شافت نوم مشغوله عليه ولا ليله سابني يوم في حالي ولا ليله غابها عن خيالي حبيته وناره مكتوبه 1 chicken sizzler, 1 tandoori chicken, 1 chicken kadai, American chopsy, മാഡത്തിന് 1 vegetable noodles. സർ പ്ലീസ്. 2 ആയിക്കോട്ടെ. ഇതെന്തോന്ന് റെസ്റ്റോറന്റ്? കഴിഞ്ഞ വെക്കേഷന് ഞാൻ ഡാഡിയോടൊപ്പം മൗറിഷ്യസിൽ പോയപ്പോ കേറിയ ഹോട്ടലുകളാ ഹോട്ടലുകൾ. നീറ്റ് സർവീസ്, ഡെലിഷ്യസ് മെനു. എവിടെ ആലു ഗോബി, ഗോബി മഞ്ചൂരിയൻ.
എഞ്ചിനീയറിംഗിന് ഫീസ് അടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത രജനീസ് ആനന്ദിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഇന്ന് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊരു ട്രീറ്റ് കിട്ടാൻ വകയുണ്ടാക്കി തരണമേ. ലാത്തിചാർജിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രജനി സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ 32ഓളം പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 15ഓളം പേരുടെ നില ഗുരുതരമാണ്. അതിനിടെ രജനീസ് ആനന്ദിന്റെ മൃതദേഹം ഇന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇക്കഴിഞ്ഞ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ രജനി മികച്ച വിജയം കൈവരിച്ചിരുന്നു. കോഴ്സ് ഫീ അടയ്ക്കാൻ കഴിയാതിരുന്ന രജനീസ് ആനന്ദ് പഠന വായ്പയ്ക്കായി ബാങ്കുകളെ നിരന്തരം സമീപിച്ചെങ്കിലും രജനിക്ക് വായ്പ ലഭിച്ചില്ല. വിദ്യാഭ്യാസ കച്ചവടവൽക്കരണത്തിന്റെയും മാഫിയകളുടെയും ഇരയാണ് ആത്മഹത്യ ചെയ്ത രജനീസ് ആനന്ദ് എന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ബാങ്ക് വായ്പയും സർക്കാർ സഹായവും യഥാസമയം ലഭിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മകൾക്ക് ഈ ദുർവിധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് രജനീസ് ആനന്ദിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. രജനീസ് ആനന്ദിന്റെ ആത്മഹത്യയെപ്പറ്റി വിശദമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും കൈരളി വാർത്തയ്ക്ക് വേണ്ടി അജയകുമാർ. നമിതയുടെ ഫ്രണ്ടിന്റെ കാര്യം ആകെ ഒരു കോമഡി ആണല്ലോ. ഞാനൊരു ഫോർമാലിറ്റിക്ക് ക്ഷണിച്ചതാ, ചാടി പുറപ്പെടുന്ന കരുതിയില്ല. പുള്ളി മൊത്തത്തിലൊരു ബൾബാണല്ലോ. സ്റ്റോപ്പ് ഇറ്റ്, ദിസ് ഇസ് നോട്ട് ഫെയർ. ഭയങ്കര ബോറല്ലേ ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന. വിഷയം മാറ്റ്. നമുക്ക് അമിതാഭ് ബച്ചനെ കുറിച്ച് പറയാം, റസൽ ക്രോയെ കുറിച്ച് പറയാം, ബ്രാഡ് പിറ്റിനെ കുറിച്ച് പറയാം. നീ കണ്ടതല്ലേ സ്റ്റേറ്റ്സിൽ വെച്ച്.